കാഫി സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ നേതാക്കളെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം റിബേഷ് രാമകൃഷ്ണൻ അടക്കം 3 പേരെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത്. സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്താനാണ് SITയുടെ ശ്രമം. ഇതിനിടെ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം റിബേഷ് ഒഴിഞ്ഞു. പറയാനുള്ളതെല്ലാം വാർത്താസമ്മേളനം വിളിച്ചു പറയുമെന്ന് ചോദ്യം ചെയ്ത ശേഷം റിബേഷ് പ്രതികരിച്ചു. ഇല്ല, സംസാരിക്കുന്നില്ല. അത് പോലീസ് പറയും. ഇല്ല, വിശദമായി വിളിക്കും. വാർത്താസമ്മേളനം വിളിക്കും. ശരത് വിവരമായ ശരത്, ഇപ്പോൾ റിബേഷിനെ ചോദ്യം ചെയ്തതിൽ റിബേഷ് അടക്കം 3 പേരെയാണല്ലോ ചോദ്യം ചെയ്തത്. എത്ര മണിക്കൂർ നീണ്ടു ആ ചോദ്യം ചെയ്യൽ? ഈ വാർത്താസമ്മേളനം വിളിക്കുന്നു പറയുമ്പോൾ ഈ അന്വേഷണ ഘട്ടത്തിൽ വാർത്താസമ്മേളനം റിബേഷ് വിളിക്കുമോ? എന്താണ് അറിയാനാവും? സ്മൃതി, അതായത് നിലവിൽ ഇപ്പോൾ 2 പേരുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. റിബേഷിന്റെ ചോദ്യം ചെയ്യൽ മാത്രമാണ് അവസാനിച്ചിട്ടുള്ളത്. അതുൽ, മനീഷ് എന്നിവരുടെ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നടക്കുന്നത്. രാവിലെ 10 മണിക്ക് ശേഷമാണ് റിബേഷ് അടക്കം 3 പേരും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായത്. ഏകദേശം ഒരു 2.5 മണിക്കൂറിന് അപ്പുറം റിബേഷിന്റെ ചോദ്യം ചെയ്യൽ പോയിട്ടില്ല. അതിന് പിന്നാലെ തന്നെ റിബേഷ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. അദ്ദേഹം നിലവിലൊന്നും പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് പറഞ്ഞത്. പറയാനുള്ളപ്പോൾ തന്നെ വിശദമായി വാർത്താ സമ്മേളനം വിളിച്ച് താൻ പറയുമെന്നും റിബേഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അടുത്ത വീണ്ടും ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നുള്ള മറുപടിയാണ് റിബേഷ് നൽകിയത്. എന്തായാലും ഇപ്പോൾ അന്വേഷണ സംഘം വിശദമായ ചോദ്യം ചെയ്യൽ നേരത്തെ തന്നെ നടത്തിയാണ്. അതിന് പുറമെയാണ് ഇന്നിപ്പോൾ റിബേഷിനെ വീണ്ടും വിളിച്ചു വരുത്തിയത്. ഒപ്പം അതുലും മനീഷ് എന്നീ 2 ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ കൂടി ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഇവർ ഈ സ്ക്രീൻഷോട്ട് ഇത്തരത്തിൽ റെഡ് വളണ്ടിയർ എന്ന ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അതുലിനെയും മനീഷിനെയും ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. ഇവരുടെ ചോദ്യം ചെയ്യലൊക്കെ തന്നെ പുരോഗമിക്കുന്നു. കഴിഞ്ഞ ദിവസം ജിതിൻ ഭാസ്കറിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. അതായത് ഈ കേസിൽ നേരത്തെ റിബേഷിൽ മാത്രമായിരുന്നു ഒതുങ്ങിപ്പോയതെങ്കിൽ അതിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തിയത് ജിതിൻ ഭാസ്കറിൽ കൂടി ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് വടകര സ്ക്വാഡ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജിതിൻ ഭാസ്കർ ഇത്തരമൊരു സ്ക്രീൻഷോട്ട് ആദ്യം പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് റിബേഷ് പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ജിതിൻ ഭാസ്കർ ഇത്തരമൊരു പോസ്റ്റ് അവിടെ പങ്കുവച്ചിരുന്നു എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ജിതിൻ ഭാസ്കറിനെ ചോദ്യം ചെയ്തു. അതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എന്തായാലും റിബേഷിനെയും ഒപ്പം അതുലിനെയും മനീഷിനെയും വിളിച്ചു വരുത്തി.